ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഹെയറിൽ എനിക്കൊരു എക്സ്പെരിമെൻറ്റും പിന്നെ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേളും ആണ്, പക്ഷേ കേളല്ല, അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ഹെയർ ആണ് എൻ്റെത്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്, എനിക്കിങ്ങനെ ഹെയറൊക്കെ എന്താ ചിലതൊക്കെ എനിക്ക് ചില ഹെയർ സ്റ്റൈലൊന്നും കെട്ടാൻ പറ്റൂല, കാരണം പറ്റാത്തല്ല, എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കാണില്ല കെട്ടുമ്പോൾ. പിന്നെ അതുപോലെ എനിക്ക് ഫ്രീ ഹെയർ ആയിട്ട് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു മുടി അങ്ങനെ ഇട്ടുകൊണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്ത് കേളപ്പാക്കാൻ ട്രൈ ചെയ്യാത്തതെന്ന് ഹെയർ. അപ്പോൾ എനിക്കും താല്പര്യമുണ്ട് കേളപ്പ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് കാണാൻ. അപ്പം ഇപ്പോൾ ഓൾറെഡി എൻ്റെ മുടി വെറ്റാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ ഇതിനെ കൂടുതൽ സംസാരിക്കുന്നില്ല, എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. അപ്പോൾ ഞാൻ ഇതിന് യൂസ് ചെയ്യുന്ന 2 പ്രോഡക്റ്റാണ്. യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ് ഈ അരാട്ടയുടെ കേളപ്പ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. 2 പ്രോഡക്റ്റ് വേണം. ഒന്ന് ഈ ഒരു ഹെയർ ക്രീമും പിന്നെ ഒരു ഹെയർ ജെല്ല്. കാണാമോ അറിഞ്ഞൂടാ, ഇങ്ങനെയൊക്കെ ചെയ്യണം, ഞാൻ കണ്ടിട്ടുണ്ട്. കാണാമോ? ഓക്കെ, മനസ്സിലായല്ലോ, ഇതാണ് സംഭവം. അപ്പോൾ ഇതിലൊരു 50 ml മാത്രമേ വരുന്നുള്ളൂ. ഞാൻ ചെറുതാണ് ട്രൈ ചെയ്യാനായിട്ട്. ഇങ്ങനെ ഇരിക്കുമോ നമുക്കറിയില്ലല്ലോ. ഫസ്റ്റ് വാങ്ങിച്ചിനി ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് റിഗ്രറ്റ് അടിക്കും. അതിനേക്കാൾ നല്ലത് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്തിട്ട് ഞാൻ ഫുള്ളി യൂസ് ചെയ്യുന്നില്ല എങ്കിലും ഇപ്പോൾ എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് രണ്ടും കൂടെ എറൗണ്ട് ഒരു 200-നകത്തേ വരുന്നുള്ളൂ. നല്ലതാണെന്ന് തോന്നുന്നു. ഞാൻ ഒരുപാട് റിവ്യൂ നോക്കി വാങ്ങിച്ചതാണ്. ഇതെന്ന് വെച്ചാൽ ഒരു വേവി കോമ്പിനേഷൻ ഹെയറിനുള്ള ആൾക്കാരാണ് ഇത് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ നോക്കിയപ്പോൾ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വെറ്റ് ഹെയറിൽ എന്ത് യൂസ് ചെയ്യണം? ഈ ഹെയർ ക്രീം യൂസ് ചെയ്യണം. ഹെയർ ക്രീം യൂസ് ചെയ്തിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹെയർ ജെൽ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ഡ്രൈ ആയതിന് ശേഷമാണ് നമ്മൾ എങ്ങനെയാണ് നോക്കുന്ന റിസൾട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡുമാണ്, അതുപോലെ തന്നെ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. എന്താണെന്നറിയില്ല, ഫ്ലോപ്പ് ആവുന്നല്ല, എന്തോ ഒരു ടെൻഷൻ പോലെ. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് യൂസ് ചെയ്യാം. എടുക്കണേ. വെച്ചിട്ടില്ല. ഓക്കെ, പൊട്ടിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. നല്ല സ്മെല്ല്. ഇത് നമ്മൾ സ്കാൽപ്പിൽ യൂസ് ചെയ്തുകൂടാ, ഹെയറിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഞാൻ ഓൾറെഡി ഹെയറിൽ ഷാംപൂ ചെയ്തിട്ടുണ്ട്, കണ്ടീഷണർ ഇട്ടിട്ടുണ്ട്, എന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. കുറച്ചും കൂടി എടുക്കാം. ഓക്കെ, ഇനി ഉള്ള ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രഞ്ച്. ഇതിൻ്റെ മെയിൻ ഇതാണ്. ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ മെയിൻ പാർട്ട്. നമ്മൾ എത്രത്തോളം സ്ക്രഞ്ച് ചെയ്യുന്നുണ്ടോ അതനുസരിച്ചാണ് കിളപ്പാവുന്നത്. നമുക്കിത് ഇപ്പോഴത്തും കൂടി നോക്കാം. ചെറിയ പേര് പോലെ എന്താണ് ആയിട്ടില്ല, നന്നായി തോന്നുന്നത്. ഓക്കെ, ഒരു കാര്യം ഇവിടെ നമ്മളിങ്ങനെ കാണിച്ചു തരാം.
കുറച്ച് ക്രീം എടുത്ത് നമുക്ക് ഫ്രണ്ട് പോർഷനിൽ ഒരു കാര്യം നോക്കട്ടെ. ഇത് ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ല ആക്ച്വലി സംഭവം. ഇതെന്നെക്കൊണ്ട് നടക്കുന്ന പണിയാണെന്ന് തോന്നുന്നു. എനിക്ക് ഇങ്ങനെ ആക്കാൻ പറ്റുന്നില്ല ഗൈസ്. നമുക്ക് സ്പെൻഡ് ചെയ്ത് നോക്കാം, അതാണ് പ്രശ്നം. ബെറ്റർ ഉണ്ടാവും. വേറൊരു സംഭവം ഉണ്ടേ, ഇതിലിങ്ങനെ വേറിങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ട് ഇങ്ങനെ കോതിയിട്ട് ഇങ്ങനെ ആക്കും. ഇങ്ങനെ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഈ സൈഡും ദി സെയിം തിങ്. ഇങ്ങനെ കോതും ഇങ്ങനെ ആക്കുന്നു. വൺ സെക്കൻഡ് സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കും. ഓക്കെ, നെക്സ്റ്റ് ഒരു സംഭവം കൂടെ ഉണ്ട്. ഇത് ഞാൻ ചെയ്തിട്ട് ഓക്കെ. ജെല്ല് വന്നിട്ട് ഇതാണ് സാധനം. ഇതും സെയിം 15 ml തന്നെയാണ് ഇതിന് വരുന്നത്. അപ്പോൾ നോക്കാം. ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല. ഇത് സത്യം പറഞ്ഞ മുടി ഇങ്ങനെ വെറ്റാക്കി വെക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇതിപ്പോൾ എൻ്റെ ആവശ്യമായിപ്പോയി, അതുകൊണ്ട് മാത്രം ജെല്ല് ഞാനൊന്ന് ചെയ്തിട്ട് ഞാൻ ജെല്ലും അപ്ലൈ ചെയ്തു. ഇതൊന്ന് വെറ്റായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. കുഴപ്പമില്ല എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചതിനേക്കാളും കുറച്ചൊക്കെ ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കേൾസ് ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ പെർഫെക്റ്റ് അല്ല, ഇത് ഞാൻ ചെയ്തതിൻ്റെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഇതിനകത്തുണ്ട്. ബട്ട് ക്വൈറ്റ് ഗുഡ് തോന്നുന്നു. ഇതെനിക്ക് മാനേജ് ചെയ്യാൻ വെക്കണം ഭയങ്കര പാടാണ്. ഞാൻ ഇങ്ങനെ ഇതുവരെ ഇട്ടിട്ടില്ല. ബട്ട് കൊള്ളാം. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും കുറച്ചും കൂടെ തിക്കായിട്ട് തോന്നും ഹെയർ വന്നിട്ട്. ഇത് ഞാൻ ചെയ്തതിൻ്റെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്. ഞാൻ ഇവിടെ ഇതാക്കിയപ്പോഴൊന്നും നിങ്ങൾ കണ്ടതാണ്, കറക്റ്റായിട്ടും പ്രോപ്പറായിട്ടൊന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ കൊള്ളാം. ഞാൻ എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, ശരിയാവോ, എന്തെങ്കിലും പറ്റുമോ, ഫ്ലോപ്പ് ആവോ എന്നൊക്കെ. പക്ഷേ കുഴപ്പമില്ല. എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇതിന് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നല്ല പ്രോഡക്റ്റാണ്, എല്ലാവരും വാങ്ങിച്ച് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.